ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ച മാത്ത് എന്ന ഫംഗ്ഷനിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. ആദ്യം തന്നെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് Math.atan, അതായത് കൊടുക്കുന്ന നമ്പറിന്റെ ആർക്കജന്റ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഈ മെത്തേഡ് വെച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളിവിടെ ചെയ്തതിൽ തന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ചെയ്യാം. നേരിട്ട് നമുക്ക് ഡോക്യുമെന്റിലായിട്ട് പ്രിന്റ് ചെയ്യുന്ന രൂപത്തിലാണ് ചെയ്യുന്നത്. ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ മാത്ത് എന്ന് ചേർത്ത് കൊടുത്തു, ഡോട്ട്. അതിനുശേഷം നമ്മളിവിടെ വന്ന് ATAN ആർക്കാജന്റ് എന്ന മെത്തേഡ് വരുന്ന രൂപത്തിലാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഏത് വാല്യൂവിൻ്റെതാണോ പ്രിന്റ് ചെയ്യേണ്ടത് അത് നമ്മൾക്ക് ഇവിടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ -1 എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് സേവ് ചെയ്തൊന്ന് പ്രിന്റ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ അത് പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ആർക്കാജന്റ് വാല്യൂ എത്രയാണോ പ്രിന്റ് ചെയ്യുന്നത് അതായിരിക്കും നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് വാല്യൂ ചേഞ്ച് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഇതിൻ്റെ ആൻസറും നമുക്ക് പ്രിന്റ് ചെയ്ത് വരും. ഇപ്പോൾ നമ്മൾ 0 ആണ് കൊടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് ഏതാണോ വാല്യൂ അതായിരിക്കും പ്രിന്റ് ചെയ്യുക. ഇത് കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, -1 to 1 വരെയാണ് ഇതിന്റെ വാല്യൂ ആയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നത്. ഓക്കെ, അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് Math.cbrt ആണ്. അതായത് കൊടുക്കുന്ന നമ്പറിന്റെ ക്യൂബ് റൂട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയാണ് CBRT ഉപയോഗിക്കുന്നത്, Math.cbrt ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് മാത്ത് എന്ന് ചേർത്ത് കൊടുത്തു, ഡോട്ട് CBRT എന്ന് ചേർത്ത് കൊടുത്ത് ഏത് വാല്യൂ ആണോ നമുക്ക് അതിൻ്റെ നമ്പറിൻ്റെ ക്യൂബ് റൂട്ട് ആണോ കണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ വാല്യൂ ആയിട്ട് 27 ചേർത്ത് കൊടുത്തു. അപ്പോൾ അത് പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ക്യൂബ് റൂട്ട് എത്രയാണോ അത് നമുക്കിവിടെ വന്ന് പ്രിന്റ് ചെയ്ത് വരും. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന മെത്തേഡാണ് Math.cos. കൊടുക്കുന്ന നമ്പറിൻ്റെ കോസൈൻ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് കൊടുക്കുമ്പോൾ നമ്പർ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, -1 to 1 വരെ ആയിരിക്കണം ഇതിന്റെ വാല്യൂസ് ആയിട്ട് വരേണ്ടത്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാൻ നമുക്കിവിടെ എക്സാമ്പിൾ ചെയ്ത് നോക്കാം. മാത്ത് ഇട്ടതിന് ശേഷം നമുക്കിവിടെ വന്ന് കോസ് ഇട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വാല്യൂ ഏതാണോ വേണ്ടത് അത് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ വാല്യൂ ആയിട്ട് 1 ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് റൺ ചെയ്യുമ്പോൾ അതിൻ്റെ കോസ് എത്രയാണോ അത് നമുക്ക് ഇവിടെ വന്ന് പ്രിന്റ് ചെയ്ത് വരും. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്ന Math.cosh. കൊടുക്കുന്ന നമ്പറിന്റെ ഹൈബോളിക് കോസൈൻ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ടൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അപ്പോൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ മാത്ത് ഇട്ടതിന് ശേഷം നമ്മളിവിടെ ഒരു SH കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഏത് വാല്യൂവിൻ്റെ ആണോ നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 എന്ന് ചേർത്ത് കൊടുത്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് ഏതാണോ അതിൻ്റെ വാല്യൂ അത് നമുക്കിവിടെ വന്ന് പ്രിന്റ് ചെയ്ത് വരും. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് Math.exp, അതായത് കൊടുക്കുന്ന നമ്പറിന്റെ എക്സ്പോണൽ നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഇതേ രൂപത്തിൽ തന്നെയാണ്, ചെറിയൊരു മാറ്റം മാത്രമേ ഉള്ളൂ ഇവിടെ വരുന്നത്. ഇവിടെ വന്ന് exp ഇട്ടതിന് ശേഷം നമുക്ക് ഏത് വാല്യൂ ആണോ പ്രിന്റ് ചെയ്യേണ്ടത് അത് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് പ്രിന്റ് ചെയ്യുമ്പോൾ അതിന്റെ എക്സ്പോണൽ വാല്യൂ എത്രയാണോ അത് നമുക്കിവിടെ വന്ന് പ്രിന്റ് ചെയ്ത് കാണിച്ചു തരും. ഓക്കെ, ഇനി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നതാണ് Math.floor. കൊടുക്കുന്ന നമ്പറിന്റെ പോയിന്റ് ഒഴിവാക്കി കുറച്ച് നമുക്ക് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അത് എക്സാമ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ മാത്ത് ഡോട്ട് ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് ഫ്ലോർ എന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു പോയിന്റ് വരുന്ന ഒരു നമ്പർ നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഈ രൂപത്തിൽ ചേർത്ത് കൊടുക്കേണ്ടതിന്റെ പോയിന്റ് ഒഴിവാക്കിയിട്ട് ആ വാല്യൂ റൗണ്ട് ചെയ്തിട്ടായിരിക്കും നമുക്ക് പ്രിന്റ് ചെയ്ത് വരിക. അപ്പോൾ ഇതിന്റെ വാല്യൂ ആയിട്ട് നമുക്ക് 2 എന്നായിരിക്കും പ്രിന്റ് ചെയ്ത് വരിക. ഓക്കെ, അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നതാണ് Math.hyport. അതായത് കൊടുക്കുന്ന നമ്പറിന്റെ കൊടുക്കുന്ന നമ്പറിന്റെ സ്ക്വയർ റൂട്ടിന്റെ സമ്മ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ വന്ന് മാത്ത് ഡോട്ട് അതിനുശേഷം ഹൈപ്പോർട്ട് ഇട്ടതിന് ശേഷം നമുക്ക് എന്താണോ സ്ക്വയർ റൂട്ട് കാണേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ സ്ക്വയർ റൂട്ടിന്റെ സമ്മായിരിക്കും നമുക്കിവിടെ വന്ന് പ്രിന്റ് ചെയ്ത് വരിക. സ്ക്വയർ റൂട്ടിന് എത്രയാണോ അതിൻ്റെ സ്ക്വയർ റൂട്ടിന്റെ സമ്മ് അതായിരിക്കും നമുക്കിവിടെ വന്ന് പ്രിന്റ് ചെയ്ത് വരുന്നത്.
ഓക്കെ, അടുത്തതായി മാത്ത് ലോഗ് ആണ് നോക്കാൻ പോകുന്നത്. കൊടുക്കുന്ന നമ്പറിന്റെ നാച്ചുറൽ ലോഗരിതം പ്രിന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ വന്ന് മാത്ത് ഇട്ടതിന് ശേഷം ലോഗ് ഇട്ടതിന് ശേഷം ബ്രാക്കറ്റിന്റെ ഉള്ളിൽ നമുക്ക് ഏത് വാല്യൂവിന്റെ ലോഗരിതാണോ നമുക്ക് കാണേണ്ടത് അത് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ 5 എന്ന് കൊടുത്താൽ 5ന്റെ ലോഗരിതം എത്രയാണോ അത് നമുക്കിവിടെ വന്ന് പ്രിന്റ് ചെയ്ത് കാണിച്ചു തരും. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്ന മെത്തേഡാണ് മാക്സ്. അതായത് നമ്മൾ മാത്തിന്റെ ഉള്ളിൽ കുറച്ച് നമ്പർ Math.max ഇട്ടതിന് ശേഷം ബ്രാക്കറ്റിന്റെ ഉള്ളിൽ കുറച്ച് നമ്പറുകൾ നമ്മൾ കോമ ഇട്ടിട്ട് ചേർത്ത് കൊടുക്കുന്നു. ഇഷ്ടമുള്ള നമ്പർ എത്രയാണോ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ കൂട്ടത്തിലെ ഏറ്റവും വലിയ നമ്പർ ഏതാണോ അത് നമുക്ക് പ്രിന്റ് ചെയ്ത് വരും. അതിനാണ് Math.max എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ Math.maxനെ പോലെ തന്നെ മറ്റൊരു ഫംഗ്ഷനാണ് Math.minimum. കൂട്ടത്തിലെ ഏറ്റവും ചെറുത് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയാണ് Math.minimum ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ കൊടുത്ത ഗ്രൂപ്പിലെ ഏറ്റവും ചെറിയ വാല്യൂ ഏതാണോ അത് നമുക്ക് പ്രിന്റ് ചെയ്തു വരും. ഇനിയും കുറച്ചുകൂടി മെത്തേഡുകൾ വരുന്നുണ്ട്. അത് അടുത്ത ക്ലാസ്സിലായിട്ട് നമ്മൾ പറയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.